Dear aspirants, UPSC journey is full of hurdles and it requires a plan and effective implementation of the plan from the side of aspirant to find their name in the final PDF. ഇന്ന് നമ്മുടെ കൂടെ സ്വന്തമായിട്ട് എഫക്റ്റീവായിട്ട് പ്ലാൻ ഉണ്ടാക്കി അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് സ്വന്തം പേര് 2025 UPSC സിവിൽ സർവീസ് പരീക്ഷയിൽ ഒരു സക്സസ്ഫുൾ ആസ്പിറൻ്റ് ആയിരിക്കുന്ന അല്ലെങ്കിൽ സക്സസ്ഫുൾ കാൻഡിഡേറ്റ് ഇരിക്കുന്ന അഭിജിത്ത് അശോകനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹായ് അഭിജിത്ത്. ഹലോ സർ. നമ്മുടെ ഇൻ്റർവ്യൂ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഒരു ഇൻട്രൊഡക്ഷൻ്റെ രീതിയിൽ അഭിജിത്തിനെ കുറിച്ച് 2 കാര്യങ്ങളൊന്ന് പറയാൻ പറ്റുമോ? സർ, ഞാൻ വരുന്നത് അഞ്ചൽ എന്ന സ്ഥലത്തു നിന്നാണ്. കൊല്ലം ജില്ലയിലുള്ള അഞ്ചൽ എന്ന സ്ഥലത്ത്. അവിടെ ഞാൻ പഠിച്ചത് സെൻറ്റ് ജോൺസ് എന്ന സ്കൂളിലാണ്. അതിനുശേഷം പ്ലസ് ടുവിന് ശേഷം ഞാൻ തൃശ്ശൂർ കാർഷിക സർവകലാശാലയിൽ ഇൻ്റഗ്രേറ്റഡ് ക്ലൈമറ്റോളജി ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് ഇൻ ക്ലൈമറ്റോളജി ഒരു കോഴ്സ് ചെയ്തു. 5 വർഷത്തെ കോഴ്സായിരുന്നു. ആ കോഴ്സിന് ശേഷം 3 വർഷം ഞാൻ ആ സ്ഥാപനത്തിലെല്ലാം ഞാൻ പഠിപ്പിക്കുമായിരുന്നു ആസ് എൻ അസിസ്റ്റൻറ്റ് പ്രൊഫസർ. അതിനുശേഷമാണ് ഞാൻ UPSC പ്രിപ്പറേഷനിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഒരു 6 വർഷത്തെ ജേണിയാണ് എൻ്റെ UPSC പ്രിപ്പറേഷൻ. സോ ഇൻ മൈ 6th attempt ഐ ഹാവ് സെക്യൂർഡ് ദിസ് 234th റാങ്ക്. അത് കൂടാണ്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പ്രിപ്പറേഷൻ ഇറ്റ് ഹാപ്പൻ ത്രൂ എ ലോട്ട് ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. അതിൻ്റെ ഒരു കൾമിനേഷനാണ് ഈ റാങ്ക്. ഓക്കെ, ഒരു കൾമിനേഷൻ പറഞ്ഞു, അതായത് ലോട്ട് ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് ഇൻ യുവർ പ്രിപ്പറേഷൻ ജേർണി. സോ ഈ അപ്സ് ആൻഡ് ഡൗൺസിൽ ഞാൻ പേഴ്സണലി അഭിജിത്തിനെ കുറിച്ച് റീസെൻ്റ്ലി അഭിജിത്തിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി മനസ്സിലാക്കിയപ്പം കഴിഞ്ഞ ഇൻ്റർവ്യൂ സ്റ്റേജിൽ ഒരു വലിയൊരു സെറ്റ് ബാക്ക്, സോ കോൾഡ് സെറ്റ് ബാക്ക് അഭിജിത്തിന് ഫേസ് ചെയ്യേണ്ടി വന്നു. അതായത് ഹി വാസ് ആക്ച്വലി വെൽ പ്രിപ്പയർഡ് ഫോർ ദാറ്റ് ഇൻ്റർവ്യൂ. നമ്മൾ ചെയ്യേണ്ടതെല്ലാം നമ്മൾ ചെയ്തു. എന്നിട്ട് സഡൻലി നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു മാർക്ക് അവിടെ UPSC ബോഡിയിൽ നിന്ന് കിട്ടി. അപ്പം അതോടെ അഭിജിത്ത് അത് എന്താ പറയുക, കുറച്ച് ഇമോഷണൽ ഫീലിങ്സ് എന്തായാലും ഏതൊരു ആസ്പിറൻറ്റിനും ഉണ്ടാക്കും. അപ്പം അത് അഭിജിത്തിനും അവിടെ ഫേസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു എന്താ പറയുന്നത്, എന്തുകൊണ്ടായിരിക്കും അഭിജിത്ത് അനലൈസ് ചെയ്തപ്പം കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ നിന്ന് ഇപ്പം ഈ വട്ടത്തെ ഇൻ്റർവ്യൂ സ്കോർ കാർഡ് ഇതുവരെ വന്നിട്ടില്ല, എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ മാർക്ക് ബെറ്റർ ആയിരിക്കും, എന്തായാലും നല്ല ബെറ്റർ ആയിരിക്കും. സോ എന്ത് ചേഞ്ചസ് ആണ് ചെയ്തിട്ടുള്ളത്? സാർ, എൻ്റെ 4th അറ്റംപ്റ്റിലായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ വന്നത്. അത് 2023. അന്ന് എനിക്ക് ഫൈനലി മാർക്ക് ലിസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് 150 മാർക്കായിരുന്നു ഇൻ്റർവ്യൂവിന് കിട്ടിയത്. അത് ആവറേജിനെ കാട്ടിയും കുറവാണ്. ഒരു 170, 175 ആവറേജ് വരുന്നത്. 150 ഈസ് ലോവർ ദാൻ ദാറ്റ്. അപ്പോൾ അന്ന് എനിക്ക് രാജ് സാറിൻ്റെ ബോർഡായിരുന്നു കിട്ടിയത്. അന്നത്തെ എൻ്റെ ഒരു പോരായ്മകൾ ഇപ്പോൾ ഞാൻ അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അന്ന് ഞാൻ എൻ്റെ വളരെ എക്സ്പ്രസീവ് ആയിട്ടുള്ളൊരു ഫേസാണ്. എനിക്ക് ടെൻഷൻ വന്നാലോ എനിക്ക് എന്തെങ്കിലും അറിയാത്തൊരു ചോദ്യം വന്നു കഴിഞ്ഞാലോ എൻ്റെ ഫേസിൽ അത് കാണാം. ലൈക്ക് ഇറ്റ് ഫീൽസ് ദാറ്റ് ഐ കനോട്ട് ഹാൻഡിൽ പ്രഷർ എന്നുള്ളൊരു സാധനം എൻ്റെ മുഖത്ത് വരും എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ആ ഒരു സാധനം, ആ ഒരു തോട്ട് ഞാൻ ഒഴിവാക്കി ഇപ്രാവശ്യത്തെ ഇൻ്റർവ്യൂവിൽ. ഇപ്രാവശ്യം എൻ്റെ മേജർ എൻ്റെ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ, ഇൻ്റർവ്യൂവിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ അതൊരു തെറ്റല്ല. ഈ ലോകത്തിൻ്റെ കീഴിലുള്ള എല്ലാ സാധനങ്ങളും അറിഞ്ഞിരിക്കണം എന്നുള്ളതല്ല ഇൻ്റർവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൗ ടു ഹാൻഡിൽ ഇഗ്നോറൻസ് ഗ്രേസ്ഫുള്ളി എന്നുള്ളതാണ് ഇൻ്റർവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആ ഒരു ചേഞ്ചാണ് എൻ്റെ മേജർ ചേഞ്ച് വന്നേക്കുന്നത്. ഇപ്രാവശ്യം എനിക്ക് അനുരാധ മാമിൻ്റെ ബോർഡായിരുന്നു കിട്ടിയത്. ദർ വെർ മെനി ക്വസ്റ്റ്യൻസ് ദാറ്റ് ഐ ഡിഡ്ന്റ് നോ ആൻസർ ഓഫ്. അപ്പോൾ അതിനൊക്കെ ഞാൻ വളരെ ഗ്രേസ്ഫുള്ളി ആയിട്ട് എനിക്ക് ഐ ഡോണ്ട് നോ, ഐ വിൽ ലുക്ക് അപ്പോൺ ഇറ്റ്, വളരെ പല രീതിയിൽ ഐ ഡോണ്ട് നോ പറയാൻ ഞാൻ പഠിച്ചു. അതാണ് ഇപ്രാവശ്യം ഉണ്ടായ മേജർ ചേഞ്ച്. പിന്നെ അതുകൂടാണ്ട് ലൈക്ക് ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഒരിക്കലും ആൻസർ ഇല്ലാണ്ടിരിക്കില്ല. നമ്മൾ ഇത്രയും വർഷത്തെ പ്രിപ്പറേഷൻ ഇടുമ്പോൾ നമുക്ക് എന്തായാലും അതിന് ആൻസർ ഉണ്ടാവും. പിന്നെ ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ചില കാര്യങ്ങളൊന്നും അറിയണ്ടാവില്ല. അത് അറിയില്ല എന്ന് പറയുക, അതാണ് ഞാൻ ഇപ്രാവശ്യം ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും മേജർ ചേഞ്ച് ഇൻ്റർവ്യൂ. അതൊരു വലിയ ചേഞ്ച് തന്നെ. അതായത് പല ആസ്പിറൻസും വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ 10 ചോദ്യം ചോദിച്ചാൽ 10 ആൻസർ പറഞ്ഞാലേ റാങ്ക് കിട്ടുകയുള്ളെന്ന്. അതായത് ഞാൻ മെൻറ്റർ ചെയ്തൊരു സ്റ്റുഡൻറ്റ് ചോദിച്ച ചോദ്യത്തിൽ 70% ചെയ്യാതെ എന്താ പറയുക അണ്ടർ 100 വന്ന ആസ്പിറൻറ്റ് വരെയുണ്ട്. ഇത് അഭിജിത്ത് പറഞ്ഞ കൂട്ട് തന്നെയാണ്. അതായത് നമ്മൾ പറയുന്ന ആൻസർ വൃത്തിക്ക് പറയുക, അതെ, അറിയാത്തത് അറിയത്തില്ല എന്ന് പറയാനുള്ളൊരു ഗട്ട്സ് കാണിക്കുക, അല്ലേ? അത് ഗ്രേസ്ഫുള്ളി കാണിക്കുക. പക്ഷെ ഇതിപ്പം ആ ഒരു ചേഞ്ച്, ആറ്റിറ്റ്യൂഡ് ചേഞ്ച് വരുത്താൻ കുറച്ച് പാടാണ്.
അതെ. അഭിജിത്ത് അതിനുവേണ്ടി ആക്ച്വലി കുറേ മോക്ക് എടുത്തൊന്നും കാര്യമില്ല. അതെ. കാരണം ഇത് നമ്മൾ തന്നെ ഇൻട്രോസ്പെക്ട് ചെയ്ത് നമ്മൾ അതെ, വർക്കൗട്ട് അതെ, അതെ, ചെയ്യേണ്ടതാണ്. അതെ, അതെ. അതിനെന്തെങ്കിലും പ്രാക്ടിക്കൽ ടിപ്സ്? കാരണം ഇത് എല്ലാ ആസ്പിറും ഫേസ് ചെയ്യുന്നൊരു അതെ. പ്രതിസന്ധിയാണ്. ഞാൻ ചെയ്ത കാര്യങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് വീഡിയോ എടുക്കുമായിരുന്നു. എൻ്റെ തന്നെ ഞാൻ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി ഞാൻ തന്നെ അതിൻ്റെ റെസ്പോൺസ് വീഡിയോ എടുക്കുമായിരുന്നു. സോ എനിക്ക് ലൈക്ക് നമ്മളെപ്പോഴും നാട്ടിൽ ഇംഗ്ലീഷ് ഒന്നും സംസാരിക്കാറില്ല. ഐ നോ ഇംഗ്ലീഷ്, ഐ ക്യാൻ റൈറ്റ് വെൽ. പക്ഷേ നമ്മൾ എപ്പോഴും ഇംഗ്ലീഷിൽ സംസാരിക്കാറില്ല. സോ ആ ഒരു സാധനം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് മുന്നേ പ്രാക്ടീസ് ചെയ്യാം. ഇതിൻ്റെ വീഡിയോ എടുക്കാം, നമുക്ക് മിററിൽ നോക്കി സംസാരിക്കാം, അങ്ങനൊരു കാര്യം ചെയ്യാൻ പറ്റും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇൻറ്റിമിഡേറ്റിംഗ് ഫിഗർ ആണെന്ന് പലരും ഞാൻ 3-4 മോക്കേ എടുത്തിട്ടുള്ളൂ. ഐ എം 6 feet 3 inches tall, ഐ ഹാവ് എ ബോൾഡ് ഹെഡ്. സോ അത് കണ്ടു കഴിഞ്ഞാൽ ഞാനൊരു വില്ലൻ ലുക്കാണെന്നൊക്കെ പലരും പറയാറുണ്ട്. സോ അങ്ങനെ ഒരു ഇൻറ്റിമിഡേറ്റിംഗ് ലുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് ടോൺ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെക്സ് ഒക്കെ വെച്ചിട്ടാണ് ഇപ്രാവശ്യം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. സോ അത് ഹെൽപ്പ് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് കൂടാണ്ട് നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് നമ്മുടെ ഇഗ്നോറൻസ് എങ്ങനെ ഗ്രേസ്ഫുള്ളി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂവിലുള്ള മേജർ ചേഞ്ച്. ഓക്കെ, എനിവേ ദാറ്റ് അത് സക്സസ്ഫുൾ ആയിരുന്നു. അതെ. അപ്പം ഇൻ്റർവ്യൂ സ്റ്റേജിൽ നിന്ന് നമ്മൾ അടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഇനീഷ്യലി അഭിജിത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ 6 അറ്റംപ്റ്റ് ആണ്, 5 മെയിൻസ് ആണ്. അതെ. സോ മീൻസ് യു ഗേവ് എ നമ്പർ ഓഫ് മെയിൻസ്. നമ്പർ ഓഫ് മെയിൻസിനായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് യു ആർ കൺസിസ്റ്റൻറ്റ് ഇൻ യുവർ അറ്റംപ്റ്റ്സ്. അല്ലാതെ പ്രിപ്പറേഷൻ ജേർണിയിൽ കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ നമുക്ക് ആക്ച്വലി ഇത്ര മെയിൻസ് എഴുതാൻ പറ്റത്തില്ല. അതെ. ഓരോ മെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങാണ്ട് 3 മാസം ഡെയിലി രാവിലെ എണ്ണിച്ച് ഇത്ര നേരം ഇരുന്ന് പഠിച്ച് ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം. അതെ. അപ്പം എങ്ങനെയായിരുന്നു ഈ കൺസിസ്റ്റൻസി ഈ ജേർണിയിൽ അഭിജിത്ത് മെയിൻറ്റെയിൻ ചെയ്തത്? സർ, മെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നമ്മുടെ പേഴ്സണൽ ടോൾ എടുക്കുന്ന ഒരു സാധനം തന്നെയാണ്. കാരണം നമുക്കൊരു 2.5-3 മാസമാണ് കിട്ടുക. ഇപ്പം ആ ഒരു ഡ്യൂറേഷൻ കുറഞ്ഞ് വരുന്നുണ്ട്. ഈ ഒരു സമയത്തിൽ കഴിഞ്ഞ അറ്റംപ്റ്റുകളിൽ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ് സീരീസ് എടുക്കുക എന്നുള്ളതാണ് എൻ്റെ മേജർ ഇത്. അതായത് നമ്മുടെ വീക്ക്ലി പഠിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 ദിവസത്തിൽ നമ്മളൊരു ടെസ്റ്റ് എഴുതുക. അതാണ് നമ്മുടെ ഇവാലുവേഷൻ പോയിന്റ്. ആ കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് പിന്നെ എല്ലാവരും പറയുന്ന കണക്ക് ബേസിക് സോഴ്സസ് പഠിക്കുക, കറണ്ട് അഫയേഴ്സ് കവർ ചെയ്യുക, അതിനുള്ള കോഴ്സ് നോക്കുക. ലൈക്ക് അത് നമ്മൾ വൃത്തിക്ക് നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം. പിന്നെ എങ്ങനെയാണ് ട്രെൻഡ്സ് ചേഞ്ച് ചെയ്യുന്നുള്ളത്, മെയിൻസിൽ ചേഞ്ച് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു വേറൊരു ഫേസറ്റ് ഇതിൻ്റെ. പിന്നെ അതുകൂടാണ്ട് മെയിൻസിൽ ചെയ്തെന്ന് പറഞ്ഞാൽ ഓപ്ഷണലാണ്. ഞാൻ ഇടയ്ക്ക് വെച്ച് ഞാൻ ഓപ്ഷനിലൊക്കെ കുറച്ചൊന്ന് ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈവൻ ജിയോളജി വെച്ച് ഞാൻ ഒരു മെയിൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വർക്കാവില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ തിരിച്ച് സോഷ്യോളജിയിലേക്ക് വന്നു. ദാറ്റ് വാസ് മൈ ഓപ്ഷണൽ. ഇപ്രാവശ്യം ഞാൻ കെയർ ചെയ്ത് സോഷ്യോളജി വെച്ചിട്ടാണ്. സോ അങ്ങനൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് എനിക്ക് എവിടേക്കാണ് എൻ്റെ സ്ട്രോങ് ആൻഡ് വീക്ക് പോയിന്റ്സ് എന്നുള്ളത് ഞാൻ വൃത്തിക്ക് മനസ്സിലാക്കി. എസ് എനിക്കൊരു സ്ട്രോങ് പോയിന്റ് ആണ്. അപ്പോൾ എനിക്ക് അവിടെ കുറച്ച് വർക്ക് ഇട്ടാൽ മതി. പിന്നെ അതുകൂടാണ്ട് GS പേപ്പേഴ്സ് എനിക്ക് കൂടുതൽ വർക്ക് ചെയ്യണമെന്ന് തോന്നി, അവിടെ കൂടുതൽ വർക്ക് ഇട്ടു. എക്സെപ്റ്റ് എത്തിക്സിന് വേറൊരു രീതിയിലുള്ള സ്ട്രാറ്റജി ആയിരുന്നു. എത്തിക്സിന് കുഴപ്പമില്ലാത്ത മാർക്ക് എല്ലാ വർഷവും ഉണ്ടായിരുന്നു. SIക്കും ഓപ്ഷണലിലും ഞാൻ കുറച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയായിരുന്നു സാറിൻ്റെ ഒരു മെയിൻ ജേർണി ഉണ്ടായത്. ഇപ്പം ഇത് നമ്മൾ ഷോർട്ട് ഡ്യൂറേഷൻ ആണ്. ആക്ച്വലി 2-2.5 മാസം കൊണ്ട് ഏതൊരു ആസ്പിറന്റിന് ഇത് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതെ. നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്യണം. അതെ. ഈ നേരത്തെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ആദ്യമേ വേണ്ടത് നമുക്കൊരു ഡെഫിനറ്റ് സോഴ്സും വേണം, നമുക്ക് നമ്മുടേതായിട്ടൊരു നോട്ട് വേണം. അതെ. അപ്പം അഭിജിത്തിന് സ്വന്തമായിട്ട് നോട്ട് ഉണ്ടായിരുന്നോ? സർ, എനിക്ക് സ്വന്തമായിട്ട് നോട്ട് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻസിന് സ്പെസിഫിക് ആയിട്ട് എനിക്കൊരു നോട്ട് ഇല്ല. എനിക്ക് പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും സെയിം നോട്ടാണ്. ഞാൻ എൻലൈറ്റിലാണ് PCM ചെയ്തത്. അതേ നോട്ട് വെച്ച് തന്നെയാണ് എൻ്റെ മോഡേൺ ഹിസ്റ്ററി, എൻ്റെ ആർട്ട് ആൻഡ് കൾച്ചർ, എൻ്റെ ജോഗ്രഫി, ഇതെല്ലാം ഞാൻ ഈ നോട്ട്സ് വെച്ച് തന്നെ, വേറെ പല സബ്ജക്ട്സും ഇതേ നോട്ട് വെച്ച് തന്നെ അതിൽ ബിൽഡ് ചെയ്തു. ഞാൻ എപ്പോഴും A4 പേപ്പറിലാണ് നോട്ട് ഉണ്ടാക്കുന്നത്. സോ അതെപ്പോഴും നമുക്ക് മാറ്റാൻ പറ്റും. ബുക്ക് അല്ലല്ലോ, ഇടയ്ക്ക് നമുക്ക് സാധനങ്ങൾ കയറ്റാം, വേറെ പേപ്പറുകൾ കയറ്റാൻ പറ്റും. സോ അങ്ങനെ എൻ്റെ നോട്ടുകൾ എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരുന്നു. സോ ഐ ഹാഡ് മൈ ഓൺ നോട്ട്സ്. യു ഹാവ് യുവർ ഓൺ നോട്ട്സ്. യെസ്. ഈവൻ ദോ ദ ബേസിക് സോഴ്സിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്ത് സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കി. അതെ. ഓക്കെ, ഇനിയുള്ള ആസ്പിറൻസിനോട് കൺവേ ചെയ്യാൻ പറ്റുമോ, എന്താണ് ഒരു ബേസിക് നോട്ട് ഉണ്ടാക്കിയാലുള്ള അഡ്വാൻറ്റേജ്? ബേസിക് നോട്ട് ഉണ്ടാക്കിയുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ നോട്ട്സ് നമുക്ക് പേഴ്സണലാണ്. വേറൊരാൾ ഉണ്ടാക്കിയ നോട്ട് എന്ന് പറഞ്ഞാൽ അത് വേറെ ആരുടെയോ സാധനമാണ്. അത് നമുക്ക് എത്ര നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അവസാന നിമിഷം നോക്കുമ്പം ഇതെന്താ ഇങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന് തോന്നും. നമ്മൾ എഴുതിയിരിക്കുന്ന സാധനം ആകുമ്പോഴത്തേനും അതിനൊരു പേഴ്സണൽ ടച്ച് ഉണ്ട്. നമ്മൾ ഓരോ പ്രാവശ്യം ഇത് വായിക്കുമ്പം ഐ ഹാവ് ഗോൺ ത്രൂ ദിസ് എന്നൊരു സാധനം നമ്മുടെ തലയിൽ വരും. ഓരോ പ്രാവശ്യവും ഇപ്പം ലക്ഷ്മികാന്ത് ആണെങ്കിലും നമ്മൾ
എടുത്ത് വായിക്കുമ്പോഴത്തേനും ഞാൻ നേരത്തെ വരച്ച് കുറിച്ചത് അതിനകത്ത് ഉണ്ട്. ഞാൻ ഇത്രയും പ്രാവശ്യം റിവിഷൻ ചെയ്തതിൻ്റെ ഒരു തെളിവാണത്. എൻ്റെ ലക്ഷ്മികാന്തൊക്കെ ഭയങ്കര കളർഫുള്ളാണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബുക്കാണത്. പക്ഷെ എന്നാൽ പോലും അത് ഭയങ്കര കളർഫുള്ളാണ്. ഞാൻ പല പെൻസിൽസ്, പേനകൾ, ഹൈലൈറ്റർ എല്ലാം ഉപയോഗിച്ച് ഞാൻ ഇതിലൂടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഓരോ പ്രാവശ്യം റീഅഷ്വറൻസ് കിട്ടുന്നത് എൻ്റെ നോട്ട്സ് തന്നെ നോക്കുമ്പോഴാണ്. വേറൊരാളുടെ നോട്ട് നോക്കുമ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ ഞാൻ വേറൊരാളുടെ നോട്ടിൽ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ആ സാധനം എനിക്ക് കിട്ടില്ല. അതായത് ആ ഷോർട്ട് ഡ്യൂറേഷനിൽ ബിറ്റ്വീൻ എ പ്രിലിംസ് ആൻഡ് എ മെയിൻസ് നമുക്ക് സക്സസ്, അതായത് നല്ലൊരു അറ്റംപ്റ്റ് കൊടുക്കണമെങ്കിൽ സ്വന്തം നോട്ട് വേണം. അതിനൊരു എഫർട്ട് ഇട്ടേ പറ്റൂ. അതായത് റെഡിമെയ്ഡ് സോഴ്സസ് നോക്കിയിട്ട് കാര്യമില്ല. അതെ. ഇതിൻ്റെ കൂടെ തന്നെ അഭിജിത്ത് നെക്സ്റ്റ് പറഞ്ഞത്, അഭിജിത്ത് ഓരോ വർഷം കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം കറണ്ട് അഫയേഴ്സിന് വേണ്ടി എന്തായിരുന്നു ചെയ്യുന്നത്? ന്യൂസ് പേപ്പർ സ്വന്തമായിട്ട് വായിക്കുമായിരുന്നോ അതോ ഏതെങ്കിലും സോഴ്സ് നോക്കുമായിരുന്നു? ഞാൻ എൻ്റെ ഫസ്റ്റ് ഇയർ ഓഫ് പ്രിപ്പറേഷനിൽ ഞാൻ സാറിൻ്റെ ക്ലാസ്സിൽ ഇരിക്കാറുണ്ടായിരുന്നു. സാറിൻ്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഇരിക്കാറുണ്ടായിരുന്നു. അതിൻ്റെ നോട്ടുണ്ടായിരുന്നു. പക്ഷേ കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ഡൈനാമിക് ആണ്. പഴയ നോട്ടിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാം പുതിയ വേണം. എൻ്റെ ബേസിക് കറണ്ട് അഫയേഴ്സിൻ്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിലിംസിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കറണ്ട് അഫയേഴ്സ് റെലവൻറ്റ് മെയിൻസിനെയും കാട്ടിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ലൈക്ക് GS1 ഈസ് പ്രറ്റി സ്റ്റാറ്റിക്, എത്തിക്സ് സ്റ്റാറ്റിക് ആണ്, എസ് എ സ്റ്റാറ്റിക് ആണ്. GS2 GS3 ആണ് കുറച്ച് കറണ്ട് അഫയേഴ്സ് വരുന്നത്. സോ പ്രിലിംസിനെ ഫോക്കസ് ചെയ്ത് ഞാൻ കറണ്ട് അഫയേഴ്സിന് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 6 ബുക്കുകളുണ്ടാക്കി. ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, ആർട്ട് ആൻഡ് കൾച്ചർ, ഇങ്ങനെ 6 ബുക്കുകളുണ്ടാക്കി. ഞാൻ ഓരോ ദിവസവും എല്ലാ ദിവസവും ഞാൻ പത്രം വായിക്കാറുണ്ടായിരുന്നു. പത്രം വായിക്കുന്നത് മിസ്സാക്കില്ല. ലൈക്ക് അത് റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വായിക്കാൻ നോക്കും. 1 മണിക്കൂറിൽ പത്രം വായിച്ച് തീർക്കാൻ നോക്കും. പിന്നെ അതിന് ശേഷം ഞാൻ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവർ ദിവസവും ഡെയിലി കറണ്ട് അഫെയർ ഇത് സ്നിപ്പെറ്റ്സ് ഇടും. അപ്പം ഞാനത് പെട്ടെന്ന് വായിക്കും. എന്നിട്ട് അതിനകത്തുനിന്നൊരു സ്നിപ്പെറ്റ് എടുത്തിട്ട് ഞാൻ എൻ്റെ നോട്ടിൽ എഴുതി വയ്ക്കും. സോ ഐ വോണ്ട് മിസ് ഔട്ട് ഓൺ ഇമ്പോർട്ടൻറ്റ് തിങ്സ്. എന്നിട്ട് ലാസ്റ്റ് ഡേയിൽ എനിക്ക് ലാസ്റ്റ് മന്തിൽ എനിക്ക് പ്രിലിംസിന് മുന്നെയോ മെയിൻസിന് മുന്നെയോ ഈ സാധനം ഞാൻ നോക്കുമ്പോൾ ഞാൻ തന്നെ എഴുതിയ നോട്ടാണ്. എല്ലാവരും കമ്പൈലേഷൻ നോക്കുന്നതിന് പകരം ഞാൻ എൻ്റെ തന്നെ നോട്ട് നോക്കും. അപ്പോൾ അത് വളരെ പേഴ്സണൽ. ഞാൻ നേരത്തെ സാറിൻ്റെ അടുത്ത് പേഴ്സണൽ നോട്ടെന്ന് പറഞ്ഞ പോലെ തന്നെ എൻ്റെ പേഴ്സണൽ കറണ്ട് അഫെയർ നോട്ടാണ് ഞാൻ നോക്കുന്നത്. സോ എനിക്കറിയാം, ഞാൻ പണ്ട് എഴുതിയ കറണ്ട് അഫെയർ ആണെങ്കിലും നമ്മൾ കുറച്ച് നാൾ നോക്കി കഴിയുമ്പോൾ കറണ്ട് അഫെയർസ് റിപ്പീറ്റ് ചെയ്ത് വരും. പിന്നെ എനിക്കത് എഴുതേണ്ട ആവശ്യമില്ല. ഡെഫിനറ്റ്ലി. അതെ, ഇത് നമ്മൾ എല്ലാ ആസ്പിറൻസിനോടും പറയുന്നതാണ്. അതെ. കാരണം എന്താ പറയുന്നത്, ഇന്നിപ്പം വെസ്റ്റ് ഏഷ്യ ന്യൂസിലുണ്ടെങ്കിൽ 3 മാസം മുമ്പേ വെസ്റ്റ് ഏഷ്യ ഉണ്ടായിരുന്നു, 3 മാസം ശേഷവും കാണും. ആകെ അതിനകത്തുള്ള certain keywords. ഇന്നിപ്പോൾ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് ആണെങ്കിൽ 3 മാസം മുമ്പേ പലസ്തീൻ, ഗാസ ഏരിയ ആയിരുന്നു ന്യൂസിലുള്ളത്. സോ അണ്ടർസ്റ്റാൻഡിങ് ദ ബേസിക് വെസ്റ്റ് ഏഷ്യൻ ഡൈനാമിക്സ് നമുക്ക് ഒരിക്കൽ മനസ്സിലായാൽ പിന്നെ നമുക്കത് ഫോളോ ഓൺ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിന് പത്രം വായിക്കണം. അതെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിക്കപ്പോഴും ആസ്പിറൻസിന് പെട്ടെന്ന് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം എപ്പോഴും ഒരു വാർ ഇഷ്യൂ നടക്കുന്നതെന്നിരിക്കട്ടെ. ഓക്കെ, ഇപ്പം ഇന്ത്യ ചൈന ഇഷ്യൂ. ഓക്കെ, നമുക്ക് ബോർഡർ സ്ക്രിമിഷസ് ഉണ്ട്. എല്ലാ ദിവസവും ഇത് പത്രത്തിൽ വരും. എല്ലാ ദിവസവും നമ്മളതിൻ്റെ എഡിറ്റോറിയൽസും കാര്യമായിട്ടുണ്ടാവും പത്രങ്ങളിൽ. നമ്മളിത് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മുടെ സമയമാണ് നഷ്ടപ്പെടുന്നത്. ഇത് സെറ്റ് സാധനമാണ്. ഇത് നമുക്കൊന്ന് കുറച്ചൊന്ന് പഠിച്ച് എന്തൊക്കെ മീറ്റിംഗ് നടക്കുന്നുണ്ട്, എന്താണ് ഹിസ്റ്ററി നോക്കി വെച്ച് അത് പഠിച്ചു വെച്ചാൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. മേജർ അപ്ഡേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കുക, ജസ്റ്റ് ആ നോട്ടിന്റെ സൈഡിൽ ഒന്ന് എഴുതി വെക്കുക. അതിന്റെ ആക്ച്വലി ഡെയിലി ബേസിസിൽ 2 or 3 ന്യൂസ് സ്നിപ്പറ്റ്സേ കിട്ടുള്ളൂ കറണ്ട് അഫയേഴ്സ്. ബാക്കി ഒരു 2-3 മാസം കൺസിസ്റ്റന്റ്ലി നമ്മൾ കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്ത റിപ്പറ്റീഷൻ മാത്രമാണ് വരുന്നത്. മോസ്റ്റ് ആസ്പിറൻസ് ഫേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് ചെയ്യണമല്ലോ, ആ തുടക്കത്തിൽ ആ ഒരു ഇനേർഷ്യയുണ്ട്. കൺസിസ്റ്റൻ്റ്ലി ഇരുന്ന് തുടക്കത്തിൽ പത്രം, അഭിജിത്ത് ഇപ്പം 1 hour പറഞ്ഞത് തുടക്കത്തിൽ ഒരു 3 to 4 hours റെഡ്യൂസ് ചെയ്താണ് 1 hour എത്തിയ ആ ഒരു ഡിഫിക്കൽട്ടി മാത്രമേ ഉള്ളൂ. സോ ജസ്റ്റ് ആസ് അഭിജിത്ത് റെക്കമെൻഡഡ്, നമ്മളെല്ലാ ആസ്പിറൻസിനോടും പറയുന്നതാണ്, ന്യൂസ് പേപ്പർ റീഡിങ് ഈസ് വെരി മച്ച് എസെൻഷ്യൽ ബോത്ത് ഫോർ പ്രിലിംസ് ആസ് വെൽ ആസ് ഫോർ മെയിൻസ് പ്രിപ്പറേഷൻ എന്ന് മനസ്സിലാക്കണം. ഇൻ്റർവ്യൂ സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഒപ്പീനിയൻ പറയാനും പല ഐഡിയാസ്. സർ, എനിക്ക് ഇന്നത്തെ കാര്യം ആഡ് ഓൺ ചെയ്യാനുള്ളത്, നമുക്ക് ഈ ഫാസ്റ്റ് റീഡിങ് വരുമ്പോഴത്തേനും ഈവൻ CSAT അത് ഹെൽപ്പ് ചെയ്യും അല്ലേ? ആ ഇംഗ്ലീഷ് പെട്ടെന്ന് വായിക്കുമ്പോൾ പെട്ടെന്ന് ഇത് കിട്ടും. കാരണം പല ആസ്പിറൻസും CSAT-ൽ ഇപ്പം ഒരു ചലഞ്ചാണ് അവരുടെ പ്രിപ്പറേഷൻ ജേർണി. അപ്പോൾ CSAT-ലും ഇത് കോംപ്രിഹെൻഷൻ ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി, എസ്പെഷ്യലി എഡിറ്റോറിയൽ. കാരണം ആക്ച്വലി എഡിറ്റോറിയൽ വായിച്ചിട്ട് നമുക്കതിനെ അബ്രിവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതൊരു സമ്മറി ആക്കാൻ പറ്റുന്നുണ്ട്. ഈ സമ്മറിയാണ് ആക്ച്വലി UPSC ഇപ്പോൾ ഒരു ഷോർട്ട് പാസേജ് ആയിട്ട് ചോദ്യം വരുന്നത്. സോ അത് കറക്റ്റ് ഡൈനാമിക്സ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ സോഷ്യോളജി ആയിരുന്നു. ആക്ച്വലി വേരിയസ് ടോപ്പേഴ്സ് പ്രിഫർ ചെയ്യുന്നൊരു ഓപ്ഷനും കൂടാണ് സോഷ്യോളജി. എന്തുകൊണ്ട് സോഷ്യോളജി സെലക്ട് ചെയ്തതെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഒരു ഓപ്ഷൻ എടുത്തത് സോഷ്യോളജിയാണ്. ഇടയ്ക്ക് ജിയോളജിയും
താങ്കൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു? ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തപ്പോൾ താങ്കൾ എന്ത് ഡിഫിക്കൽട്ടിയാണ് ഫേസ് ചെയ്തത് ഇത് ആക്ച്വലി മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്യാൻ? അത് എല്ലാ ഓപ്ഷനും എങ്ങാണ്ട് ഒന്ന് തന്നെയായിരിക്കും. അതെ. സാർ, ഞാൻ പഠിച്ചത് ക്ലൈമറ്റോളജിയാണ് കോഴ്സ്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ഓപ്ഷനിലും എനിക്ക് ഇല്ല. ഇല്ല. ജോഗ്രഫി വേണമെങ്കിൽ എടുക്കാം. പക്ഷേ അതിൽ ചെറിയൊരു പാർട്ട് മാത്രമാണ് ക്ലൈമറ്റോളജി വരുന്നത്. സോ സോഷ്യോളജി ഞാൻ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ രസകരമായ ഒരു സബ്ജക്റ്റാണ് സോഷ്യോളജി. സോഷ്യോളജി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലോകത്തിനെ പറ്റിയിട്ടുള്ള പെർസ്പെക്റ്റീവ് തന്നെ മാറും. നമ്മൾ എങ്ങനെയാണ് ഈ ലോകം വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇന്ത്യ വർക്ക് ചെയ്യുന്നത് എന്നുള്ള, നമ്മൾ എന്തുകൊണ്ടാണ് ഇന്ത്യ ഇന്ന് ഇങ്ങനെയും നമുക്ക് മനസ്സിലാവും ആ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ. ഇറ്റ് ഈസ് എ ജോയ് സ്റ്റഡിങ് സോഷ്യോളജി എന്ന് ഞാൻ പറയുള്ളൂ. സോ പിന്നെ വളരെ നമുക്ക് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സിലബസ് കൂടെ. അതെ. പിന്നെ അത് കൂടാണ്ട് ഞാൻ സോഷ്യോളജി ആദ്യം ഞാൻ മെയിൻസ് എഴുതിയപ്പോൾ ഞാൻ സോഷ്യോളജി പഠിച്ചിട്ടില്ല. എൻ്റെ ഫസ്റ്റ് ടൈമിൽ ഞാൻ എഴുതുമ്പോൾ ഞാൻ പ്രിലിംസ് കയറി. എനിക്ക് മെയിൻസ് കിട്ടി. ഞാൻ പ്രതീക്ഷിച്ചില്ല കയറുമെന്ന്. പക്ഷേ ഞാൻ സോഷ്യോളജി ഒരു ലെയ്മാനായിട്ടാണ് എഴുതിയത്. പക്ഷേ ആ ലെയ്മാനായിട്ട് പോലും എനിക്ക് സോഷ്യോളജി എഴുതാൻ പറ്റി. ഡീസൻ്റ് ആയിട്ടുള്ള മാർക്ക് കിട്ടി. സോഷ്യോളജിയിൽ എനിക്ക് തിയറിയും കാര്യങ്ങളൊന്നും അറിയണ്ടായില്ല. സോ അതാണ് സോഷ്യോളജിയുടെ ഒരു ഗുണം. നമുക്കൊന്നും അറിയില്ലെങ്കിലും എഴുതാൻ പറ്റും. എഴുതാൻ പറ്റും. പക്ഷേ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓഫ്കോഴ്സ് മാർക്ക് വീഴണം. പഠിച്ച് എഴുതാനും പാടുള്ളൂ. ഞാൻ പഠിക്കാതെ എഴുതുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. സോ സോഷ്യോളജി നമുക്ക് മനസ്സിലാവാത്തൊരു സാധനമല്ല. പിന്നെ സോഷ്യോളജിയിൽ ഡിഫറൻഷ്യൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന എഫേർട്ടിലാണ്. നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ നമ്മൾ അതിൻ്റെ ഡിമാൻഡ് എങ്ങനെ ആൻസർ ചെയ്യുന്നു, അത് എത്ര വൃത്തിക്ക് ലെജിബിളായിട്ട് നമ്മൾ എഴുതുന്നു, എങ്ങനെ ലൈക്ക് എക്സാമിനറിനെ കണ്ടാൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റുന്നതൊക്കെ അനുസരിച്ചിരിക്കും നമ്മുടെ മാർക്ക് എന്നാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് ഇപ്പോഴത്തെ സോഷ്യോളജി മാർക്സ് അറിയില്ല. പക്ഷേ ഇതിന് മുന്നേ എഴുതിയപ്പോഴത്തേനും സോഷ്യോളജിയിൽ ലൈക്ക് എക്സ്ട്രാ ഓർഡിനറി മാർക്സ് ഒന്നുമല്ല, ഒരു ആവറേജ് മാർക്സ് അതിൽ ലോവർ ആയിട്ടാണ് കിട്ടിയത്. അതിൽ നിന്നും മാറ്റി ഞാൻ കുറച്ചൊന്ന് സ്ട്രാറ്റജി ഇപ്രാവശ്യം മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിട്ടേൺസ് കിട്ടിയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഓക്കെ. ആ ചേഞ്ച് ഇൻ സ്ട്രാറ്റജി ബിക്കോസ് എല്ലാം ഒരു 240 250 ആക്കണമെങ്കിൽ അല്ലെങ്കിൽ 260 ആക്കണമെങ്കിൽ ഇച്ചിരി പാടാ. അതെ. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞുകൊണ്ട് ഒരു 200 ഒരു സോഷ്യൽ സയൻസ് സബ്ജക്റ്റിൽ ഒരു മാതിരി പേപ്പർ കംപ്ലീറ്റ് ചെയ്താൽ കിട്ടാൻ പാടില്ല. ബട്ട് അതിൽ നിന്ന് ഓരോ 10 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് കൂട്ടണമെങ്കിൽ ആക്ച്വലി നന്നായിട്ട് അധ്വാനിച്ചാൽ മാത്രമേ വരുവുള്ളൂ. എന്താണ് ഈ വട്ടം ഒന്ന് ചെയ്തത്? ഈ വട്ടം ചെയ്ത മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പണ്ട് എഴുതിയിരുന്നത് പാരഗ്രാഫ് ബേസിസിൽ മാത്രമായിരുന്നു. അതൊരു ഭയങ്കര ലൈക്ക് ഡിബേറ്റ് തന്നെയാണ്, നമ്മൾ പാരഗ്രാഫ് എഴുതണോ പോയിന്റ് എഴുതണോ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ അതല്ല നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ. നമ്മൾ ക്വസ്റ്റ്യൻ്റെ ഡിമാൻഡ് ആൻസർ ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ മേജർ ചോദ്യം. ഞാൻ ഇപ്രാവശ്യം ആൻസർ എഴുതിയപ്പോഴത്തേനും പ്രത്യേകം ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ്റെ ഡിമാൻഡ് എക്സാക്ട്ലി മനസ്സിലാക്കുക. അത് ഞാൻ ഒരു ഹെഡിങ് ആയിട്ട് കൊടുക്കും. എന്നിട്ട് അത് ഞാൻ ബോക്സ് ചെയ്യും. സോ എക്സാമിനർ നോക്കുമ്പോൾ മനസ്സിലാവും, ഓക്കെ ഇവന് മനസ്സിലായിട്ടുണ്ട് എന്താണ് ഡിമാൻഡ്. അതിൻ്റെ താഴെ അവൻ പോയിൻ്റായിട്ടോ പാരഗ്രാഫായിട്ടോ എന്തായാലും കാര്യം എഴുതിയിട്ടുണ്ട്. സോ അങ്ങനെ ഒരു മേജർ ചേഞ്ച് ഞാൻ വരുത്തിയിട്ടുണ്ട്. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് കുറച്ചും കൂടെ, നമ്മൾ സോഷ്യോളജി ഒരു 3-4 വർഷം പഠിക്കുമ്പോൾ നമ്മൾ ഒത്തിരി ഭയങ്കര വലിയ വലിയ കോൺസെപ്റ്റുകളൊക്കെ പഠിക്കും. നമ്മൾ വലിയ ജാർഗൺസ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ വിചാരിക്കും നമ്മൾ സോഷ്യോളജിയിൽ ഒത്തിരി പഠിച്ചു എന്ന്. പക്ഷേ എക്സാമിന് എഴുതുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് എഴുതുക. എക്സാമിനർക്ക് അറിയില്ല എനിക്ക് ഇതിൻ്റെ ഏറ്റവും സിമ്പിൾ കാര്യങ്ങൾ അറിയാമോ ഇല്ലയോ എന്നുള്ളത്. ഒരു കുഞ്ഞു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ സോഷ്യോളജിയിൽ ആൻസർ എഴുതുക എന്നുള്ളതാണ് ഡിമാൻഡ് എന്ന് എനിക്ക് തോന്നുന്നു. നോട്ട് ഓൺലി സോഷ്യോളജി, മനസ്സിലാക്കുന്നത് ഏതൊരു ഓപ്ഷൻ ആണെങ്കിലും. കാരണം ചെക്കറിന് റെഡിമെയ്ഡ് ആയിട്ട് ആൻസർ കിട്ടണം. അതെ, അവർക്ക് പെട്ടെന്ന് മനസ്സിലാവണം. അതിനിടെ താങ്കൾ വേറൊരു പോയിന്റ് ആഡ് ചെയ്തു, ലെജിബിലിറ്റി. അതായത് ഇത് നേരത്തെ പറഞ്ഞിട്ട് വേറൊരു കോൺട്രവേഴ്സിയാണ്. ആക്ച്വലി നല്ല ഹാൻഡ് റൈറ്റിംഗ് മാർക്ക് കൂടുതൽ കിട്ടുമെന്ന് ഞാൻ കേൾക്കാറുണ്ട്. ഇത് കണ്ട ആൾക്കാർ പല പേന വരെ മാറ്റാറുണ്ട്. എന്ത് തോന്നുന്നു ഹാൻഡ് റൈറ്റിംഗ്? ഞാൻ എൻ്റെ ഹാൻഡ് റൈറ്റിംഗിന്റെ കാര്യത്തിൽ വളരെ ഇമ്പ്രൂവ്മെന്റ് വരുത്തിയ ഒരാളാണ്. സോ അപ്പം പേഴ്സണലി ഞാൻ ഹാൻഡ് റൈറ്റിംഗ് ബെറ്റർ ആവണമെന്ന് പറയുള്ളൂ. ഞാൻ കുരുകുരാന്ന് എഴുതിയിരുന്ന മനുഷ്യനാണ്. അപ്പം അങ്ങനെ കുരുകുരാന്ന് എഴുതുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സമയം കൊണ്ട് കുറച്ചേ എഴുതുള്ളൂ. കൂടാണ്ട് നമ്മൾ കുറച്ച് എഴുതിയതായിട്ടേ തോന്നുള്ളൂ. സാധാരണ ആൾക്കാർ 2 പേജ് എഴുതുന്ന സമയം 1 പേജിൽ എഴുതി തീർക്കുന്നുണ്ട്. ഓക്കെ, ഇത് വലുതായിട്ട് എഴുതുമ്പോഴത്തേനും എനിക്കും കൂടുതൽ പേജസ് കവർ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ സ്പേസ് ഫില്ല് ചെയ്യാന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. പക്ഷെ എന്നാൽ പോലും ലൈക്ക് നമുക്ക് ഈ കുറച്ച് സ്ഥലത്ത് മാത്രം ഇരിക്കുന്ന ഒരു അഭംഗി തന്നെയാണ്. അത് നമുക്ക് സ്പീഡ് കൂടും. അത് വേറൊരു ആഡഡ് ബെനിഫിറ്റ് ആണ്. പിന്നെ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ വരുത്തിയിരിക്കുന്ന മേജർ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ചില അക്ഷരങ്ങളൊന്നും കണ്ടാൽ എൻ്റെ മനസ്സിലാവില്ല. ഐയും ഈയും ഒക്കെ ഒരുപോലെ ഇരിക്കും. അപ്പം ആ സ്പെസിഫിക് അക്ഷരം കണ്ടുപിടിച്ച് ഞാൻ അതിനെ മാത്രം ബെറ്റർ ആക്കാൻ വേണ്ടി സ്പെഷ്യൽ എംഫസിസ് കൊടുക്കും. അതിൻ്റെ സ്റ്റൈല് ഞാൻ മാറ്റും, ആ ഒരു അക്ഷരത്തിൻ്റെ ഇടുന്ന രീതി മാറ്റാനായിട്ട്. ഇതാണ് ഹാൻഡ് റൈറ്റിംഗ് ഞാൻ ചെയ്തത്. സോ സാറിൻ്റെ ചോദ്യത്തിന് എനിക്ക് ഉത്തരമായിട്ട് പറയാനുള്ളത്, ഓഫ് കോഴ്സ് ഹാൻഡ് റൈറ്റിംഗ് പ്ലേസ് എ
ബിഗ് പാർട്ട്. ബിഗ് പാർട്ട് ഇൻ പ്രിപ്പറേഷൻ. കാരണം എക്സാമിന് നമ്മൾ എത്രമാത്രം ജോലി എളുപ്പമാക്കുന്നു നമുക്ക് അത്രമാത്രം റിട്ടേൺസ് കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ. ഉം. ഈ പ്രിപ്പറേഷനിൽ നമ്മളിപ്പം പറഞ്ഞത് ഹാൻഡ് റൈറ്റിങ്ങിനെ കുറിച്ചാണെങ്കിൽ നെക്സ്റ്റ് അതിനകത്ത് വേറെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ച് ഓഫ് ദ GS പേപ്പേഴ്സിനെ കുറിച്ചാണ്. അതിൻ്റെ അകത്ത് ഏറ്റവും ക്രിട്ടിക്കലായിട്ട് വരുന്നൊരു GS ആണ് എത്തിക്സ് എന്ന് പറയുന്നത്. അതെ അതെ ഓക്കെ. എത്തിക്സ് പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു താങ്കൾ അതെ. നടത്തിയത്? എനിക്ക് എത്തിക്സിന്റെ ബാലപാഠങ്ങൾ പറഞ്ഞത് മഹേഷ് സാറിന്റെ ക്ലാസ്സിലായിരുന്നു. എനിക്ക് മഹേഷ് സാറിന്റെ ക്ലാസ്സിൽ പോയിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. സാറ് നമ്മളിങ്ങനെ ലൈക്ക് സാറ് നമുക്ക് പഠിപ്പിക്കുന്നതിനിടയ്ക്ക് തന്നെ നമുക്ക് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ് സാറ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ. സോ എത്തിക്സ് നമ്മൾക്ക് അന്ന് ഓർഗാനിക് ആയിട്ടാണ് സാറ് പഠിപ്പിച്ചത്. അതായത് ഇതാണ് സിലബസ്, ഇപ്പം ഇതാണ് പ്രോബിറ്റി, ഇതാണ് ഇൻറ്റഗ്രിറ്റി, അങ്ങനല്ല എത്തിക്സ് പഠിക്കേണ്ടത്. സോ അതിനൊരു ഓർഗാനിക് സാധനം വേണം. ഇപ്പോൾ എത്തിക്സിന് മേജറായിട്ട് നമുക്കിപ്പം കഴിഞ്ഞ റീസെൻറ്റ് ഇയേഴ്സിൽ കാണാൻ പറ്റുന്നത് കഴിഞ്ഞാൽ എക്സാമ്പിൾസ് എഴുതുമ്പോൾ നല്ല റിട്ടേൺസ് കിട്ടുന്നുണ്ട്. നമ്മൾ കുറച്ച് എത്തിക്സിന് എഫേർട്ട് ഇടണം. എത്തിക്സും ഇതുപോലെ തന്നെ ഡിമാൻഡ് മനസ്സിലാക്കി അത് നമ്മൾ ലെജിബിളായിട്ട് ബോക്സൊക്കെ ചെയ്ത് എഴുതി നമുക്ക് എക്സാമിനറിന് എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് വായിക്കാൻ പറ്റും, എങ്ങനെ സ്റ്റാൻഡ് അപ്പാർട്ട് ചെയ്യാൻ പറ്റും, ആവറേജ് ആണെങ്കിൽ പോലും ആവറേജിനെക്കാട്ടും കുറച്ച് മേളിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളതാണ് എത്തിക്സിലെ മെയിൻ കാര്യം. പിന്നെ എത്തിക്സിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിക്സിന് നല്ല റിട്ടേൺസ് ആണ്. അത് ഒരു പ്രാവശ്യം വായിച്ചു വെച്ച് കഴിഞ്ഞാൽ വലിയ റിവിഷൻ ഇല്ലാതെ പോലും നമുക്കൊരു ടെസ്റ്റ് സീരീസ് എഴുതാം. നമുക്ക് ഈവൻ നമ്മൾ മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ ആദ്യം ചെയ്തു തുടങ്ങേണ്ടത് എത്തിക്സ് എഴുതിയിട്ടാണ്. നമുക്ക് ഇനിഷ്യലി നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പം നോളജ് കാണത്തില്ല. പക്ഷേ എത്തിക്സ് എഴുതാൻ നമുക്ക് നോളജ് ഭയങ്കരമായിട്ട് വേണ്ട, അതിന് കറണ്ട് അഫയേഴ്സ് വേണ്ട, എല്ലാവരും എത്തിക്കലാണ്. ആ എത്തിക്സ് വെച്ച് ലൈക്ക് നമുക്കത് ഡീൽ ചെയ്യാം. അതെ അതെ പിന്നെ നമുക്ക് എക്സാമ്പിൾസ് ഒക്കെ കയറ്റി നമുക്ക് ആ ആൻസർ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും. എത്തിക്സിലെ വേറൊരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ കംപ്ലീഷൻ ആണ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡു 12 to 13 ക്വസ്റ്റ്യൻസ് ഇൻ പാർട്ട് എ ആൻഡ് ദെൻ വി ഹാവ് ടു ഗോ ടു ദ കേസ് സ്റ്റഡി. ഇപ്പോഴത്തെ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ കുറച്ച് ട്രിക്കിയാണ്. ഒരേ ക്വസ്റ്റ്യൻ തന്നെ തന്നെയും പിന്നെയും ഓപ്ഷൻസിൽ ചോദിച്ച പോലെ നമുക്ക് തോന്നും. സോ ഞാൻ എത്തിക്സിൽ മേജർ ഒരു ചേഞ്ച് വരുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ കംപ്ലീഷൻ ഞാൻ ഇപ്രാവശ്യം കോൺസെൻട്രേറ്റ് ചെയ്തു. കാരണം ഒരു ക്വസ്റ്റ്യൻ എഴുതാണ്ടിരിക്കുമ്പോഴത്തേനും ലൈക്ക് വലിയൊരു മാർക്ക് ഡിഫറൻഷ്യൽ വരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ സെറ്റ് ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു. എത്രയാണെന്ന് എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. പക്ഷേ സ്റ്റിൽ കേസ് സ്റ്റഡി ഇത്ര സമയമാകുമ്പോൾ ഞാൻ തുടങ്ങിയിരിക്കും. ഇനിഷ്യലി എനിക്ക് ഫ്ലോ കിട്ടുന്നത് പാർട്ട് എയിലാണ്. അപ്പം പാർട്ട് എയിൽ തുടങ്ങി എല്ലാ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ കേസ് സ്റ്റഡിയിലേക്ക് കയറും. ആ ഒരു ടൈം മാനേജ്മെന്റ് എത്തിക്സിൽ ഭയങ്കരമായിട്ട് നമ്മൾ മാറ്റർ ചെയ്യുന്നുണ്ടെന്നാണ് തോന്നിയിട്ടുള്ളത്. ഓക്കെ. ഇതാണ് ഒരു ബ്രീഫ് സ്ട്രാറ്റജി ഓഫ് യുവർ മെയിൻസ്. അതെ. നൗ കംസ് ദ പ്രിലിംസ് പാർട്ട്. യെസ്. ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പാർട്ട്. യെസ്. അടുത്തിടെ ഏറ്റവും ആസ്പിറൻസ് ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടി പാർട്ട്. 6 അറ്റംപ്റ്റ് 5 മെയിൻസ്, അതായത് കൺസിസ്റ്റൻ്റ്ലി 5 വട്ടം പ്രിലിംസ് ക്ലിയർ ചെയ്തൊരു സക്സസ്ഫുൾ കാൻഡിഡേറ്റ് ആണ്. അഭിജിത്തിനോട് നേരത്തെ ഞാൻ സംസാരിച്ചപ്പം അഭിജിത്തിന് അതിനൊരു പ്രത്യേക സ്ട്രാറ്റജി ഉണ്ടെന്ന് അഭിജിത്ത് എന്നോട് പറഞ്ഞു. സോ ക്യാൻ യു എലാബറേറ്റ് ഹൗ യു പ്രിപ്പയർഡ് ഫോർ യുവർ പ്രിലിംസ്? സാർ, ഞാൻ ആദ്യം പ്രിലിംസ് എഴുതിയപ്പോൾ ഞാൻ കയറിയില്ല. അന്ന് ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരാളായിരുന്നു. അന്ന് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ എക്സാം അറ്റൻഡ് ചെയ്ത രീതിയിലായാൽ പോലും സെക്കൻഡ് അറ്റംപ്റ്റ് മുതലാണ് ഞാൻ എൻ്റെ ഒരു സ്ട്രാറ്റജി കൊണ്ടുവന്നത്. അത് കഴിഞ്ഞുള്ള എല്ലാ അറ്റംപ്റ്റ്സിലും ഞാൻ ഉപയോഗിച്ചു. എനിക്ക് പ്രയോജനമായിരുന്നു. ഇത് ഞാൻ ബേസിക്കലി ചെയ്യുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് മുന്നേയുള്ള 30 ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഓരോ ടെസ്റ്റ് ഞാൻ ചെയ്യും. അത് ഫുൾ ലെങ്ത് ടെസ്റ്റ് ആയിരിക്കും. 100 ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിരിക്കും. ആ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അതിനുശേഷമുള്ള ഇവാലുവേഷൻ വളരെ ഇലാബറേറ്റ് ആയിരിക്കും. ഞാൻ പഠിച്ചാലും ഇല്ലെങ്കിലും ഈ ടെസ്റ്റ് ഞാൻ ചെയ്തിരിക്കും. ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എൻ്റെ മേജർ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്, ഞാനത് വായിച്ചുകൊണ്ടിരിക്കാം. നമുക്ക് വായിച്ചുകൊണ്ടിരിക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഓൺ ദ ഡേ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ പരീക്ഷയാണ് എഴുതാൻ പോകുന്നത്. 100 ക്വസ്റ്റ്യൻ ഒരു പരീക്ഷ. അതിനകത്തുനിന്നും 40 ക്വസ്റ്റ്യൻ മാത്രമേ നമുക്ക് അറിയാവുന്നേ ഉണ്ടാവുള്ളൂ. ബാക്കി 60 ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ ബാക്കി പെരിഫറൽ നോളജ് വെച്ചാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു നാക്ക് ഉണ്ടാവുക പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഈ ഫൈനൽ 30 ഡേയ്സിൽ ഒരു ദിവസം പോലും മിസ്സാക്കാതെ ഞാൻ ഈ ആൻസർ പ്രിലിംസിൻ്റെ ടെസ്റ്റ് സീരീസ് ഞാൻ ചെയ്യും. ഇതിനകത്ത് ഈ 30 ദിവസത്തിൽ തന്നെ ഞാൻ 10 ദിവസം ഞാൻ PYQs കൊടുക്കുന്നത്. PYQs ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് നമുക്ക് ഓരോ പഴയ ക്വസ്റ്റ്യനിലെ ഓപ്ഷനും വേറൊരു ക്വസ്റ്റ്യനെ അടുത്ത ഓപ്ഷൻ വരാം. സോ PYQs കവർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഫ്ലേവർ കിട്ടുക. പിന്നെ അതുകൂടാണ്ട് നമ്മൾ നല്ലൊരു ടെസ്റ്റ് സീരീസ് ചെയ്യുക. എന്നിട്ട് ഞാൻ വേറൊരു കാര്യം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓരോ ആൻസർ എഴുതുമ്പോഴും 100 ക്വസ്റ്റ്യൻ ആണല്ലോ നമുക്കൊരു ഫുൾ ലെങ്ത് ടെസ്റ്റിലുള്ളത്. അപ്പോൾ ഓരോ ആൻസർ എഴുതുമ്പോഴത്തേനും ഞാൻ ആ ഓരോ ക്വസ്റ്റ്യനും ഞാൻ റിമാർക്ക് എഴുതും. ഞാൻ ഒരു 4 to 5 റൗണ്ട്സാണ് ഒരു പ്രിലിംസ്
പരീക്ഷ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കയറി ഇറങ്ങുക. ഓക്കെ. അപ്പോൾ ഇത് ഞാൻ ഫെയിൽ, അതായത് ഫസ്റ്റ് റൗണ്ടിൽ ചിലപ്പോൾ എനിക്ക് 20 ക്വസ്റ്റ്യനേ കിട്ടുന്നുണ്ടാവുള്ളൂ. കിട്ടുന്നുണ്ട്. അത് കാരണം ഞാൻ പ്രഷറൈസ്ഡ് ആവാതെ നോക്കും ഞാൻ. ഓക്കെ, ഈ 30 ദിവസം ചെയ്യുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രഷർ ഹാൻഡിൽ ചെയ്യാനുള്ള ഇത് രാവിലെ 10 മണിക്ക് അല്ലെങ്കിൽ 9 മണിക്ക് തന്നെ ആയിരിക്കും ചെയ്യുന്നത്. ചെയ്യുന്നത്. സോ ഓൺ ദ ഡീ നമ്മൾ ചെയ്യാൻ പോകുന്ന 9 മണിക്ക് Same തന്നെ mo- same mode. ഞാൻ ആ ഒരു പാറ്റേൺ ഈവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന പോലെ ലാസ്റ്റ് 10 ഡേയ്സിൽ ഞാൻ ഒരു സെറ്റ് ടൈമിലാക്കും. അപ്പം ഫൈനൽ ഡേയിൽ ക്വസ്റ്റ്യൻ എത്ര ഹാർഡാണെങ്കിലും ഡിഫിക്കൽട്ട് ആണെങ്കിലും എനിക്ക് ഐ ആം യൂസ് ടു പ്രഷർ എന്നുള്ള രീതിയിൽ ഞാൻ ആകും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു ഷീറ്റ് കാണും, ഒരു 100 കോളംസ് ഉള്ള ഒരു ഷീറ്റ്. അതിൽ ഓരോ ക്വസ്റ്റ്യനും ഞാൻ റിമാർക്ക് എഴുതും. അതിപ്പം ഫസ്റ്റ് റൗണ്ടിൽ 20 ക്വസ്റ്റ്യനാണ് എഴുതുന്നതെങ്കിൽ അത് ഞാൻ പച്ച കളർ വെച്ചിട്ട് അതിനെ വെച്ച് ഒന്ന് റിമാർക്ക് എഴുതും. ദീസ് ആർ നോൺ ക്വസ്റ്റ്യൻസ് ടു മീ. എനിക്ക് ഷോർട്ടായിട്ട് ഞാൻ എഴുതി, അല്ലെങ്കിൽ 20 to 30 ക്വസ്റ്റ്യൻസ് അത് വരും. പിന്നെ സെക്കൻഡ് റൗണ്ടിൽ പോകുമ്പോഴത്തേനും ഞാൻ 50-50 ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് ഞാൻ ഒരു ബ്ലാക്ക് പെൻ വെച്ചായിരിക്കും അതിൻ്റെ റിമാർക്ക് എഴുതുക. എന്താണ് എനിക്കിവിടെ മിസ്സായത്, എന്താണ് എനിക്ക് അറിയാത്തത് എന്നുള്ളത് നോക്കും. പിന്നെ ഞാൻ തേർഡ് റൗണ്ട് വരുമ്പോഴത്തേനും ഞാൻ റെഡ് പേന യൂസ് ചെയ്യും. ചിലപ്പോൾ എനിക്ക് ഒന്നും അറിയാത്തൊരു സാധനം ആയിരിക്കാം. അപ്പോൾ ഈ 30 ഡേയ്സ് ആ ഇനിഷ്യൽ പീരീഡിൽ 1-2 ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേനും എനിക്ക് നോളജ് ചിലപ്പം കുറവായിരിക്കാം. ആ സ്പെസിഫിക് ഏരിയയിൽ റെഡ് മാർക്സ് കൂടുതലായിരിക്കും. പിന്നെ ഓവർ ടൈം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും ഈ റെഡ് മാർക്കുകൾ കുറയും, കൂടുതലും പച്ചയും ബ്ലാക്കും ബ്ലൂവും ഒക്കെ ആവും. സോ ആ ഒരു നമുക്ക് പഠിക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കാം, പക്ഷെ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ടെസ്റ്റിംഗ് ആക്ച്വലി നമ്മുടെ നോളജ് അപ്ലൈ ചെയ്യാൻ നമ്മളെ അതെ 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 രണ്ട് ടെസ്റ്റിംഗ് ആക്ച്വലി ആ സ്ട്രെസ് മാനേജ് ചെയ്യാൻ. അതെ. കാരണം പ്രിലിംസ് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ബീങ് ഇൻ ദാറ്റ് മൊമെന്റ്. അതെ. ഒരു നിമിഷം ഒന്ന് അശ്രദ്ധ വന്നു കഴിഞ്ഞാൽ ഒരു 0.33 കൈവിട്ട് പോകുന്ന ഒരു അതെ അവസ്ഥയാണ് അതെ അതെ പ്രിലിംസ് എന്ന് പറഞ്ഞാൽ. ഇതിനകത്തൊരു സീസെറ്റ് കമ്പോണൻറ്റും ഉണ്ട്. ഈ അടുത്തിടെ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടിയാണ്. അതെ. സോ അഭിജിത്ത് ഇതിനു വേണ്ടി എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഇപ്പൊ നമ്മൾ സീസാറ്റിനെ അൺഫെയർ സീസാറ്റിനൊക്കെ ഇടയ്ക്ക് വിളിച്ചു തുടങ്ങിയിരുന്നു. ആ സീസാറ്റ് പ്രത്യേകിച്ചും കഴിഞ്ഞൊരു 3-4 വർഷങ്ങളിൽ, പ്രത്യേകിച്ച് 2023 ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ആണ്. ഈവൻ ഇംഗ്ലീഷ് ചോദ്യങ്ങൾ, കോംപ്രിഹെൻഷൻ ചോദ്യങ്ങളാണ് ഡിഫിക്കൽട്ടാണ്, മാത്സ് കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ടാണ്. ഞാനിതിന് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്ട്രാറ്റജി, ഇത് ഞാൻ വേറെ ആർക്കും അഡ്വൈസ് ചെയ്യില്ല, എൻ്റെ സ്ട്രാറ്റജി ഞാൻ എൻ്റെ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ എൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ് ആണ്. ഞാൻ ആദ്യം ഈ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ചെയ്യും. ഈ 30-35 ക്വസ്റ്റ്യൻസ് ആവുള്ളതെന്ന് തോന്നുന്നു, അതെല്ലാം ഇരുന്ന് ഞാൻ ചെയ്യും. അതിനകത്ത് എനിക്ക് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു 2-3 ക്വസ്റ്റ്യൻസ് എനിക്ക് തെറ്റുള്ളൂ, അതെനിക്ക് ഉറപ്പാണ്. ബാക്കി സമയം ഞാൻ മാത്ത് ക്വസ്റ്റ്യൻസ് ചെയ്യും. ഇടയ്ക്ക് ഞാൻ മാത്ത് ആദ്യം ചെയ്തിട്ടുണ്ട്, എന്നാൽ പോലും മാത്തിലെ ലോ ഹാങ്ങിങ് ഫ്രൂട്ട്സ് ഉണ്ട്, അതാദ്യം നമ്മൾ പറക്കുക. അതായത് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ. നമ്മളിപ്പം സീസാറ്റിൽ പറ്റുന്നൊരു തെറ്റെന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്വസ്റ്റ്യന് നമ്മൾ സ്റ്റക്കായിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സമയം പോയി. അതെ. അപ്പോൾ ഇനിഷ്യലി ഒന്ന് ഓടിച്ച് നോക്കുക, അതിനകത്ത് ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. അതിലൊരു 15 എണ്ണം ഇനിഷ്യലി അങ്ങ് ചെയ്ത് വയ്ക്കുക. മാത്ത് പിന്നെ വന്ന് നോക്കാം, ഇംഗ്ലീഷും ചെയ്ത് തീർക്കുക, ഈ സിമ്പിൾ മാത്ത് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതിനുശേഷം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കയറുക. പിന്നെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് PYQs ചെയ്യാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ സീസാറ്റിൽ ആ ന്യൂമറിക്കൽസ് മാത്രം മാറത്തുള്ളൂ, ബാക്കി എല്ലാത്തിനും നമുക്ക് സെയിം ഇക്വേഷൻസ് യൂസ് ചെയ്യാം. സോ ഇതായിരുന്നു എൻ്റെ സീസാറ്റിൻ്റെ സ്ട്രാറ്റജി. സോ ഇതാണ് അഭിജിത്ത് പ്രിലിംസ് ജേർണി എങ്ങനെ മുമ്പോട്ട് പോയി അതെ. നമ്മൾ മനസ്സിലാക്കുന്നത്. നൗ വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് ഇത് നോക്കുമ്പോൾ അഭിജിത്തിൻ്റെ പ്രിപ്പറേഷൻ നമ്മളിപ്പം ഇന്നലെ ഇപ്പോൾ വേൾഡ് കപ്പ് കഴിഞ്ഞതേ ഉള്ളൂ. എങ്ങാണ്ട് സഞ്ജു സാംസന്റെ ലൈഫായിട്ട് നമുക്കിത് വേണമെങ്കിൽ കമ്പയർ ചെയ്യുന്ന രീതിയിലാണ്. അതായത് മൾട്ടിപ്പിൾ ഫെയിലിയർ വന്നിട്ടും ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്തു. ഈ കൺസിസ്റ്റൻസി എത്താൻ വേണ്ടി ടീം എൻലൈറ്റ് എങ്ങനെയാണ് അഭിജിത്തിനെ സഹായിച്ചത്? സർ, ഡിഫിക്കൽട്ടായിരുന്നു ജേർണി ഭയങ്കരമായിട്ട്. കാരണം നമ്മൾ ഓരോ ഫെയിലിയറും ഓരോ പ്രാവശ്യം ആ ഹോളി PDF നോക്കുമ്പോഴും, ഓരോ പ്രാവശ്യമല്ല, ലൈക്ക് പ്രത്യേകിച്ച് 23-ലൊക്കെ നമ്മൾ ആ റിസൾട്ട് നോട്ട്, ഐ മീൻ നെയിം റിസൾട്ട് നോട്ട് ഫൗണ്ട് എന്ന് കാണിക്കുമ്പോൾ അത് ഭയങ്കര ലൈക്ക് ഷാറ്ററിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. സോ എങ്ങനെ നമുക്ക് ഇതല്ല എന്നെ ഡിഫൈൻ ചെയ്യുന്നത്, ഐ ഹാവ് പുട്ട് ഇൻ ദ എഫേർട്ട്. പിന്നെ ബാക്കി എനിക്ക് മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട്, ആ മിസ്റ്റേക്ക് പറ്റിയിട്ട് തന്നെയാണ് എനിക്ക് റിസൾട്ട് വരാത്തത്, ഇന്ന് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു തോന്നൽ എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ എന്നെ എൻലൈറ്റ് ഏറ്റവും കൂടുതൽ സഹായിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹേഷ് സാറ് ഒരു പില്ലർ ഓഫ് സ്ട്രെങ്ത് ആയിരുന്നു. സാറിനെ എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുമായിരുന്നു, സാർ എപ്പോഴും അവൈലബിൾ ആണ്. പിന്നെ എൻലൈറ്റിലെ PCM നോട്ട്സ് തന്നെയാണ് ഇപ്പോഴും എൻ്റെ കയ്യിലുള്ള നോട്ട്സ്, അത് വളരെ വാല്യുബിൾ ട്രഷറായിട്ട് തന്നെ ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ സാറ് ഇൻ്റർവ്യൂവിന് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര എക്സ്പ്രസീവ് ഫേസ്, എങ്ങനെ ഇൻ്റർവ്യൂയുടെ പ്രഷർ ടാക്കിൾ ചെയ്യാം എന്നുള്ളതൊക്കെ മഹേഷ് സാർ പറഞ്ഞു. അതാണ് സാർ എനിക്ക് മേജറായിട്ട് പറയാനുള്ളത്. ഓക്കെ, ബിഫോർ വി വൈൻഡ് അപ്പ്, പല ആൾക്കാരും പറയാറുണ്ട് ഇത്രയും ലോങ് പീരിയഡ് UPSC ജേർണിക്ക് ശരിയാണോ തെറ്റാണോ? കാരണം നമ്മുടെ പ്രൈം യൂത്ത്
എന്താണ് നമ്മൾ ഇതിനു വേണ്ടി കൊടുക്കുന്നതെന്ന് ഇപ്പം ഭയങ്കര കോൺട്രവേഴ്സി ഇതിനെക്കുറിച്ച് അതെ അതെ ഉണ്ട്. അഭിജിത്തിന് ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? സർ ഞാനൊരു സാധനത്തിന് ഇതാണ് ഡെഫിനറ്റ് എന്ന് ഞാൻ പറയില്ല. അറിയില്ല. ഒരു ഫ്ലൂയിഡിറ്റി വേണം. എൻ്റെ പേഴ്സണലി ഞാനിപ്പോൾ ഇത്ര അറ്റംപ്റ്റ് ഇട്ടതുകൊണ്ട് ഞാൻ ഇതിന് എതിര് പറയില്ല. ലൈക്ക് എനിക്കിതായിരുന്നു താല്പര്യം, അതുകൊണ്ട് ഞാനിത് ചെയ്തു. ശരി. ഇതായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഞാൻ എന്നെ തന്നെ ഇതിനിടയ്ക്ക് സസ്റ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചു. എൻ്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എൻ്റെ അച്ഛൻ, അമ്മ, ചേട്ടൻ ഇവരെന്നെ ലൈക്ക് പലരും ചോദിക്കുമല്ലോ ഇവനെ പണിയൊന്നും ആയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ലൈക്ക് ഏട്ടൻ എൻ്റെ ഏട്ടനും സിവിൽ സർവൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും ലൈക്ക് എനിക്കൊന്നും ആയില്ലേ, ഗവൺമെൻറ് ജോലിയൊന്നും ആയില്ലേ. എനിക്കങ്ങനെ ഗവൺമെൻറ് ജോലിയോട് പ്രത്യേക ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാൽ പോലും ആ ഒരു പ്രഷർ പുറത്തുനിന്ന് തരാതിരിക്കാൻ എൻ്റെ ഫാമിലി സഹായിച്ചു. അതുകൂടാണ്ട് ഞാൻ ഫ്രീലാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. 3 വർഷം വർക്ക് ചെയ്തു. സോ ദർ ആർ 2 ആസ്പെക്ട്സ്. അതൊരു മോണിറ്ററി ആസ്പെക്ട്സ് ഉണ്ട്, നമ്മുടെ ഫിസിക്കൽ എലമെന്റ്, ഫിസിക്കൽ പിന്നെ മെൻ്റൽ എലമെന്റ് ഉണ്ട്, നമ്മുടെ റെസിലിയൻസ് എങ്ങനെ നമ്മൾ ബിൽഡ് ചെയ്യുന്നുള്ളത്. ഈ 2 കാര്യങ്ങളും മാനേജ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യാം. പക്ഷേ ഇറ്റ്സ് എ റിയാലിറ്റി ദാറ്റ് ഇപ്രാവശ്യം 0.61% ആൾക്കാരാണ് കയറിയത്. ഇറ്റ്സ് എ റിയാലിറ്റി. പക്ഷേ സ്റ്റിൽ നമുക്ക് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് അച്ചീവബിൾ ആണ്. ഡെഫിനറ്റ്ലി അച്ചീവബിൾ ആണ്. അതെ. പിന്നെ അത് ഓരോ ആസ്പിറൻ്റെ ഇൻട്രസ്റ്റ് പോലെ അതെ. ഇരിക്കും. സോ അഭിജിത്ത്, വൺസ് അഗെയിൻ ഐ വുഡ് ലൈക്ക് ടു കൺഗ്രാജുലേറ്റ് താങ്ക് യു ഓൺ ബിഹാഫ് ഓഫ് ടീം എൻലൈറ്റ്. ഇത്ര നേരം ഞങ്ങളുടെ കൂടെ താങ്കളുടെ എക്സ്പീരിയൻസ് ഫ്യൂച്ചർ ആസ്പിറൻസിന് വേണ്ടി ഷെയർ ചെയ്തതിന് വളരെ നന്ദി. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ.